ഭർത്താവ് ദേഷ്യം ഉള്ള ആളാണ്. ദേഷ്യത്തിൽ ഇപ്പോൾ ആരും കുറവില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ദേഷ്യം പറയാൻ വയ്യ, ഭർത്താവ് ദേഷ്യം പറയാൻ വയ്യ. ദേഷ്യത്തിനുള്ളൊരു പരിഹാരം എന്താ നിങ്ങൾ? അത് ഞാൻ പറഞ്ഞുതരാം. ദേഷ്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദേഷ്യം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സ് പ്രശ്നങ്ങളിലും സങ്കീർണതകളിലും വിഷമങ്ങളിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് കോപം വരും. അതാരോടെ കോപിക്കാൻ പറ്റുള്ളൂ വെച്ചാല് കണ്ടക്ടറോടോ ഡ്രൈവറോടോ ഓട്ടോറിക്ഷക്കാരോടൊക്കെ കോപിച്ച അദ്ദേഹം അരുൾ തിരിച്ചെടുപ്പ് പറയും. അതുകൊണ്ട് ഏറ്റവും കോപിക്കാൻ നല്ലത് എന്താ വെച്ചാൽ ഏറ്റവും അടുത്ത ആളോടാണ്. ഭർത്താവിന് കോപിക്കാൻ ഏറ്റവും നല്ലത് ഭാര്യയോട്, ഭാര്യയ്ക്ക് കോപിക്കാൻ ഏറ്റവും നല്ലത് ഭർത്താവിനോട്, ഉമ്മാക്ക് കോപിക്കാൻ ഏറ്റവും നല്ലത് മക്കളോട്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് കോപിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് സാധാരണ നടക്കുന്നത്. അപ്പൊ ഈ കോപത്തിന്റെ മാനസികാവസ്ഥ, ടെൻഷനുകളെ ഇല്ലാതാക്കലാണ് ഒരു പരിഹാരം. അതിന് എന്താണോ പ്രായോഗിക മാർഗം ചിന്തിക്കുക. ഒരു പക്ഷെ ഒരു വ്യക്തിന്റെ ഉള്ളിലെ വിഷമങ്ങളെ നീക്കാൻ ഭർത്താവിൻ്റെതാണെങ്കിൽ നമുക്ക് പറ്റിക്കോളുന്നില്ല. അത് നമുക്കുള്ള പരിഹാരം എന്താണ്? കോപം വരുന്നത് എപ്പോഴാണെന്ന് 1-2 ദിവസം നമ്മളൊന്ന് നിരീക്ഷിക്കാം. കോപം വരുന്നത് എപ്പോഴാണ്? ഒരു ഭർത്താവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അയാൾ കോപിക്കുന്നത് എപ്പോഴാണെന്ന് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഒരു ഭർത്താവ് കോപിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു മിനിമം ചില കാര്യങ്ങൾ, ഒരു പരിഗണന ഒരു ഭാര്യയിൽ നിന്ന് വേണമെന്ന് ഒരു ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മിനിമം, അധികം ഒന്നുമില്ലെങ്കിൽ മിനിമം കാര്യം. അപ്പൊ എന്താ വെച്ചാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ഇവൾക്ക് ഇന്നൊരു വിലയില്ല എന്നാണ് എന്ത് ചെയ്യുക? ഒരു ഭർത്താവ് മനസ്സുകൊണ്ട് വായിക്കുക. അതിന് ചിന്തിക്കുമ്പോൾ ഭർത്താവിന് മാത്രമല്ല ഇന്ന വില വെക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിയന്ത്രണം വിട്ടുപോകും. വിടാനൊന്നും പറ്റൂല കേട്ടോ. ഇതൊക്കെ ഞാൻ അതിന്റെ ഒരു സൈക്കോളജി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവാനുള്ള തെളിവൊന്നുമില്ലത്. അപ്പൊ അങ്ങനെ വരുന്ന ചില കാര്യങ്ങൾ എന്താ? നിങ്ങളെ ഭർത്താവിൻ്റെതാവില്ല, വേറൊരാൾക്ക് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചില ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചാൽ ആകെ താല്പര്യം എന്തുണ്ടാവുള്ളൂ വെച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? അയാളെ കൺസിഡർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു മൂപ്പർക്കും വേണ്ടി ഒരു ഭക്ഷണത്തിന് വേണ്ടി അവൾ ഒരുങ്ങിയിട്ടുണ്ട്, എനിക്കൊരു ഭക്ഷണം തരണം, ഞാനത് സംതൃപ്തിയോടെ കഴിക്കണം എന്ന നിലക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ട് എന്ന് ആർക്ക് തോന്നിയാൽ മതി. അത് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് ബുദ്ധിമുട്ടി വരുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളമോ, നിങ്ങൾ സംസാരം പരമാവധി ഒന്ന് ശബ്ദം കുറച്ചു, പിന്നെ പരമാവധി എന്താന്ന് വിചാരിച്ചാൽ അത് തോന്നിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്കൊരു നിലയും വിലയില്ലാന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സുണ്ടല്ലോ. ചിലപ്പോൾ ഡ്രസ്സായിരിക്കും, ചില ആൾക്കാർക്ക് ഭക്ഷണമായിരിക്കും, ചിലർക്ക് ഉറങ്ങാൻ കൂടെ ഉണ്ടാവാന്നായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉണ്ടാവും. മനസ്സിലായി? അയാളെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ പരിഗണിക്കും, കുട്ടികളെല്ലോ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും, അതൊക്കെ ചെയ്യണ ഇയാൾ കാണും. പക്ഷെ മൂപ്പർക്ക് ഒരു ദിവസം കിട്ടേണ്ട ഒരു മിനിമം കാര്യം പോലും എന്ത് ഉണ്ടാവില്ല. ഭർത്താവല്ലേ ഇവരൊക്കെ ചെയ്തോളും നിൽക്കുക, അതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് ഇവിടുന്ന് രാവിലെ നാസ്തയില്ലെങ്കിൽ വൈകുന്നേരം കഴിച്ചോളും എന്നെന്ത് ചെയ്യും? വിചാരിക്കും മനസ്സുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾക്ക് നൽകേണ്ട ചില പരിഗണനകൾ നൽകുക. അതെന്താണ് നിങ്ങളെ ഭർത്താവിന്റെ നിങ്ങൾ മനസ്സിലാക്കണം. 2-3 ദിവസം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അത് മാത്രം നിങ്ങൾ പരിഹരിച്ചാൽ മതിയാവും, നിങ്ങൾക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റും. അപ്പൊ ദേഷ്യപ്പെടുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, എന്നെ വില വെക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. ഇപ്പൊ കുട്ടികൾ എത്ര പഠിക്കാമെന്നാലും ഞങ്ങളാരും കുട്ടികളെ ദേഷ്യപ്പെടില്ല. അധ്യാപകന്മാർക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ദേഷ്യപ്പെടാൻ. നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞു, എഴുതി വന്നില്ല. അപ്പൊ എഴുതി വരാതിരുന്നാൽ അവന്റെ പഠനം മോശമാവും, പരീക്ഷയ്ക്ക് തോൽക്കുന്നല്ല. ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ദേഷ്യത്തിന്റെ പൊരുൾ. ഇവൻ ഹോംവർക്ക് ചെയ്യാതെ തോറ്റു പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല അവൻ തല്ലണേ, ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാവരും മനഃശാസ്ത്രമാണ്. മനസ്സിലായി? എന്നെ വില വെക്കുന്നില്ല, അത് മുതിർന്നവർക്കൊക്കെ ഉണ്ടാവും. നിങ്ങളെ വാപ്പാനിമ്മ നിങ്ങൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല, എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല. അവരെ വില വെക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. ഒരു മകണ്ട്, എന്ത് ചെയ്യും? വാപ്പാനിമ്മനെ ആശുപത്രിയിൽ കൊണ്ടുപോകും, എല്ലോ പൈസയും കൊടുക്കും, ചെലവൊക്കെ കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ഭയങ്കര തിരക്കാ. വാപ്പാനിന്റെ മരുന്ന് വന്നിരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. ആശുപത്രിക്ക് വേഗം കൊണ്ടുപോകാൻ, തിരിച്ചിറക്കി കൊടുക്കാൻ, മരുന്ന് വാങ്ങി കൊടുക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊരു മകൻ ഉണ്ടോ എന്ത് ചെയ്യും? ഒരു ഉമ്മാനക്ക് ഒരു പാരസെറ്റമോൾ വാങ്ങി കൊടുത്താൽ 10 രൂപ കണക്കാക്കിയിട്ട് മരുന്ന് വാങ്ങും, ബാക്കി ഉമ്മാക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഓൻ എന്ത് ചെയ്യുന്ന നിങ്ങൾ മറ്റോ മരുന്നൊക്കെ വാങ്ങി കൊടുത്ത് ഒക്കെ ആക്കി ഓട്ടോറിക്ഷയിൽ ഇറക്കി കൊടുത്താൽ അപ്പം വരും. വന്നിട്ട് ഉമ്മാനെ ചോദിക്കും, ഉമ്മ അന്ന് എന്തേ? ആശുപത്രിയിൽ പോയി, എന്തേ ഡോക്ടർ പറഞ്ഞു ഒക്കെ ചോദിക്കും. എന്നിട്ട് ഏതാ മരുന്ന്? ആ മരുന്നിന്റെ കടലാസ് ഇങ്ങനെ വാങ്ങും, ലിസ്റ്റ് ഇങ്ങനെ ഒത്തു നോക്കും. ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതാണ്, നിങ്ങളത് ശേഷം കഴിക്കരുത്, അത് ഞാൻ ഇവിടെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം, ഇപ്പൊ കഴിക്കേണ്ട ഗുളിക 2 ഗ്ലാസ് വെള്ളം കൊടുന്ന എന്ന് മറ്റവന്റെ ഭാര്യനോട് പറയും. ഓൾ കൊടുന്നു കൊടുക്കും, ഓനൊരു ഗുളിയും കൊടുക്കും. അവിടെ കൂടെ ഇവ 3500 ഉറുപ്പിയും ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ് കേട്ടോ, ഫുള്ള് കഴിഞ്ഞ്. മനസ്സിലായി ഞങ്ങൾക്ക്?
മനസ്സിലല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കണാണെന്ത്, ഞാനാണ് ഉമ്മാക്കൊക്കെ ചെയ്തു കൊടുക്കണം, ഞാനപ്പം മരുവോളായിട്ട് ഉമ്മാന്റെ അടുത്തുള്ളത്, ഇന്ന മാത്രം ഉമ്മാക്ക് കണ്ടുകൂടാന്ന്. ബാക്കിയുള്ളവരൊക്കെ ഇഷ്ടമാണ്. ഇവിടെ വില വെക്കേണ്ടവർക്ക് നൽകേണ്ട ഒരു കൺസിഡറേഷൻ, പരിഗണന, ഇത് കൊടുക്കാതെ എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, എത്ര ചോറ് കൊടുത്തിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. അതാണ് അതിന്റെ കാര്യം. ഇതെല്ലാവരും കാര്യമാണ്. കുട്ടികളൊക്കെ കൗൺസിലിംഗ് വന്നിട്ട് അമ്മ പറയും, ഞാൻ ഓന് വേണ്ടി എത്രയോ അടങ്ങാറാണ്, ഓനെ സ്കൂൾ പറഞ്ഞയക്കാൻ, ചോറ് കൊടുക്കാനൊക്കെ പറയും. അവസാനം ഞാൻ ചോദിക്കടാ, എന്റെ അമ്മ പറഞ്ഞു കേട്ടോ പറയും. അപ്പൊ എന്താ പറയാ, അതൊക്കെ ഉമ്മന്റെ പണിയാണ്. അതൊക്കെ ഉമ്മ വലിയ കാര്യമായിട്ട് പറയാ. പിന്നെ അതൊക്കെ ആരാ ചെയ്യേണ്ടത്? അതാണ് നേരെ മറിച്ച് നാം അവർക്ക് കൊടുക്കുന്ന പരിഗണനകൾ ഉണ്ടല്ലോ, അത് ഒരിക്കലും ഒരു മറക്കും. അതാണ് അതിന്റെ ശരി. കുറച്ച് കാര്യങ്ങള്, കുറച്ചൊരു ബുദ്ധി കേട്ടോ, നമ്മൾ ഭാരം വഹിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചെന്ത് ചെയ്യണം, ബുദ്ധി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സഹിച്ചും വെറുതെ പ്രയാസപ്പെട്ടും ജീവിതം തീർക്കേണ്ടി വരും.